സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്തണം, എന്നിട്ട് സംസാരിക്കണം. ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയിലെ മാറിവേൻസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. വയനാട് ജില്ലയിലെ പഴശ്ശിരാജ കോളേജിൽ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. UGC ശമ്പളവും UGC പെൻഷനും ഒക്കെ വാങ്ങിയ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പരിശ്രമം ഇത് വളരെ ഗഹനമായി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ആശയമാണ്. കാരണം എൻ്റെ അയൽവക്കത്തുള്ളവർ പട്ടിണി കിടന്നിട്ട് ഞാൻ എത്ര ഉന്നതമായ നിലയിൽ ജീവിച്ചാലും അതൊന്നും മനുഷ്യത്വമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തീർച്ചയായും നമ്മുടെ ഒരു ദേശീയ നില വെച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ, ചൈനയെക്കാളും. അത് മാത്രമല്ല, കർമ്മശേഷി കൊണ്ട് ലോകത്തെ അതിശയിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് 60 വയസ്സ് പിന്നിട്ട ഒരു വലിയ സമൂഹം. നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ വിയർപ്പുമാണ് ഈ മണ്ണിനെ ഇത്രയും സമ്പന്നമാക്കിയിരിക്കുന്നത്. ഇന്ന് ലോക രാജ്യങ്ങളുടെ ഇടയിൽ നമ്മൾ 4ാമത് 5ാമതാണ് നിൽക്കുന്നത്. ഇത്രയൊന്നും നികുതി കൊടുക്കാത്ത രാജ്യങ്ങളും പാവപ്പെട്ടവരുടെയും അല്ലെങ്കിൽ ദരിദ്രരുടെയും എല്ലാം ചെലവ് ആ സ്റ്റേറ്റാണ് വഹിക്കുന്നത്. സമ്പൂർണമായ ചെലവ്, ചികിത്സ, ആരോഗ്യം, മറ്റ് ഭക്ഷണ കാര്യങ്ങൾ ഇതെല്ലാം നടത്താനുള്ള സംവിധാനങ്ങൾ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. നികുതി ഭാരം കുറഞ്ഞ രാജ്യങ്ങളിലുമുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കനത്ത നികുതിയാണ് ഇവിടെ പിരിക്കുന്നത്. ആ നികുതി കൊടുക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് സ്റ്റേറ്റ് ചെയ്തു തരേണ്ടതാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ഇതിന് കാരണം. ജനാധിപത്യം എന്നുള്ള സുന്ദരമായ ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഈ നാട്ടിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും കണ്ണീരുമായി കഴിയേണ്ടി വരുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെ കാലാകാലങ്ങളായി ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനയാണ്. ഇത് ഈ രാജ്ഭവന്റെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഉത്തരവാദിത്തത്തോടെയാണ് ഞാനത് പറയുന്നത്. അനേകായിരം കുട്ടികളെ പഠിപ്പിച്ചു വന്ന അധ്യാപകൻ കൂടിയാണ് ഞാൻ. എനിക്ക് തീർച്ചയായും പറയാൻ സാധിക്കും, വേദനിക്കുന്നവന്റെ, വിഷമിക്കുന്നവന്റെ, രോഗികളായിട്ടുള്ളവരുടെ സാമീപ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവരോടൊപ്പം ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളിൽ ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, 60 വയസ്സൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് 10,000 അല്ല 20,000 കൊടുക്കാൻ ഈ രാജ്യത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള സാമ്പത്തിക അടിത്തറയുടെ ഉണ്ട്. ഇനി കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചാലും സാധിക്കുന്ന കാര്യമാണിത്. കാരണം നമ്മുടെ നല്ലൊരു പങ്ക് ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ പോയി വിയർപ്പൊടുക്കുകയാണ്. അതിന്റെ ഓഹരികൾ വരുന്നുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഈ നാട്ടിൽ അസംഘടിതരായിട്ടുള്ള ഒരു സമൂഹമാണ് 60 വയസ്സ് പിന്നിട്ടവര്. ഈ അസംഘടിത സമൂഹത്തെ സംഘടിപ്പിച്ചാൽ മാത്രം മതി ഈ സർക്കാരുകൾ ആടി ഉലയും. അപ്പൊ നിങ്ങൾ ശക്തരാകുക, കരുത്തു നേടുക. നിങ്ങളുടെ ഈ ആവേശം, ഈ കേരളത്തിലെ ജനങ്ങൾ 10,000 രൂപ പെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം അത് പോരാ. നമ്മുടെ സംഘടന ശക്തി അനുസരിച്ച് നമുക്ക് 20,000 തന്നെ തന്നേ പറ്റുള്ളൂ. അത്രയ്ക്ക് ശക്തമായ ഒരു മുന്നേറ്റം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. 60 വയസ്സ് പിന്നിട്ടവരെ എണ്ണത്തിൽ വളരെ കുറവൊന്നുമല്ല. തീർച്ചയായും നിങ്ങൾ ഉണർന്നാൽ ഈ സർക്കാരുകൾ ആടി ഉലയും. അവർ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തും. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കാനായിട്ട് എന്നെ ക്ഷണിച്ച് ഞാൻ ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ്. അതിനോട് പറയാൻ പാടില്ല എങ്കിലും നിങ്ങളുടെ ആശയങ്ങളോടും നിങ്ങളുടെ സമര പോരാട്ടങ്ങൾക്കും എന്റെ പങ്കാളിത്തം അത് രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ വന്നത്. എന്നെ അതുപോലെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട അനേകം പേര് എന്നെ വിളിക്കുകയും ക്ഷണിക്കുകയും ഇതിൽ പങ്കുചേരണമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതല്ല ഞാനിവിടെ വരാൻ കാരണം. ഞാനും 1 ഇന്ത്യ 1 പെൻഷൻ എന്ന ആശയത്തെ വളരെ ശക്തമായി പിന്താങ്ങുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.